നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് രണ്ട് ടോപ്പ് മൾട്ടിനാഷണൽ കമ്പനികളിലെ ഫ്രഷർ ഹയറിംഗ് ആണ്. ഒന്ന് ആക്സെഞ്ചർ ആണ്, മറ്റൊന്ന് കോഗ്നിസന്റ് ആണ്. നാം അറിയുന്ന പോലെ ഈ രണ്ടും വളരെ പ്രമുഖമായിട്ടുള്ള രണ്ട് ടോപ്പ് IT കമ്പനികളാണ്. ആക്സെഞ്ചർ എന്നുള്ളത് അയർലൻഡ് ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണെങ്കിൽ കോഗ്നിസന്റ് എന്നുള്ളത് US ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ഈ രണ്ട് കമ്പനികൾക്കും ഇന്ത്യയിൽ വലിയ പ്രവർത്തനങ്ങളുണ്ട്. പ്രത്യേകിച്ച് കോഗ്നിസന്റിന് നമ്മുടെ കേരളത്തിലും ഒക്കെ പ്രവർത്തനമുള്ള കമ്പനിയാണ്. ഈ രണ്ട് IT കമ്പനികളും രണ്ട് ഫ്രഷർ ഹയറിങ്, രണ്ടല്ല മൊത്തം 4 ഫ്രഷർ ഹയറിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൽ എഞ്ചിനീയേഴ്സിന് BE-BTech അല്ലെ ME MTech അങ്ങനെയുള്ളവർ കൂടാതെ MCA MSc-കാര്, ഇതൊന്നും അല്ലെങ്കിൽ ഡിഗ്രിക്കാര് BSc BCA BCom BA BBA BVoc ഇങ്ങനെയുള്ള ഡിഗ്രിക്കാർ, അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല ഹെൽത്ത് പ്രൊഫഷണൽസ്, ഉദാഹരണത്തിന് BPT ഫിസിയോതെറാപ്പി കഴിഞ്ഞവര്, അല്ലെങ്കിൽ ഫാർമസി കഴിഞ്ഞവര്, ഒക്യുപ്പേഷണൽ തെറാപ്പി, അല്ലെങ്കിൽ MLT മെഡിക്കൽ ലാബ് ടെക്നോളജി, ഇങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരെ ഇവരെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ റിക്രൂട്ട്മെന്റുകൾ നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. ഓർക്കുക, ഇങ്ങനെ കിട്ടുന്ന അവസരം ഉറപ്പായും നിങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. കാരണം ഈ IT കമ്പനികളാണ് ഇന്ത്യയിലെ വലിയ റിക്രൂട്ടേഴ്സ്. എന്നാൽ അടുത്ത സമയത്ത് അവരുടെ റിക്രൂട്ട്മെന്റ് ഒക്കെ ഒത്തിരി കുറഞ്ഞിരിക്കുന്ന ഒരു അവസരമാണ്. പ്രത്യേകിച്ച് ആക്സെഞ്ചർ 2024 ഞങ്ങളുടെ ക്യാമ്പസിൽ വന്നിട്ട് ഏതാണ്ട് 77 പേരെയാണ് ഹയർ ചെയ്യുന്നത്. എന്നാൽ പിന്നീട് കുറെ നാളത്തേന് അവരുടെ ഓൺബോർഡിംഗ് ഒന്നും നടക്കുകയുണ്ടായില്ല. ഇപ്പൊ വീണ്ടും അവരുടെ ട്രെയിനിങ്ങിന് വിളിച്ച് അവരുടെ ഓൺബോർഡിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ബൾക്ക് റിക്രൂട്ട് ചെയ്ത, എന്നാൽ കുറെ നാളത്തേന് വലിയ പ്രവർത്തനങ്ങളൊന്നും ഇല്ലായിരുന്ന കമ്പനികളാണ് ഇതൊക്കെ. അവരൊക്കെ വീണ്ടും ഇപ്പം കോഗ്നിസന്റിന്റെയും ക്യാമ്പസ് ഹയറിംഗും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അവസരം വീണ്ടും കിട്ടുന്നത് നിങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ആക്സെഞ്ചറിലെയും കോഗ്നിസന്റിലെയും 4 ഹയറിങ്ങുകൾ, ഫ്രഷർ ഹയറിംഗ്, അതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. നിങ്ങളുടെ കൂട്ടുകാര് ഇങ്ങനെയുള്ള അടുത്ത കാലത്തൊക്കെ പല ഡിഗ്രിയും PGയും ഒക്കെ കഴിഞ്ഞവർ ജോലി തേടുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് അവർക്കും ഈ വീഡിയോ അയച്ചു നൽകാൻ മറക്കല്ല്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം നമുക്ക് ആക്സെഞ്ചറിലെ ഹയറിംഗിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ആക്സെഞ്ചറിലെ ഒരു റിക്രൂട്ട്മെന്റ് അസോസിയേറ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ള തസ്തികയിലാണ്, ASC എന്നുള്ളതാണ്. അത് നോക്കുക, ഇന്ത്യയിലെ വിവിധ ലൊക്കേഷനിലേക്ക് അവർ ഹയർ ചെയ്യുന്നുണ്ട്. ഓർക്കുക, ആക്സെഞ്ചറിന് കേരളത്തിൽ പ്രവർത്തനങ്ങളില്ല. എന്നാൽ അടുത്ത് ബാംഗ്ലൂർ, കോയമ്പത്തൂർ, ചെന്നൈ, ഹൈദരാബാദ്, ഈ ലൊക്കേഷനിലെല്ലാം ആക്സെഞ്ചർ ഹയറിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഡിസംബർ 12 വരെ ആയിരിക്കും ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. അതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അസോസിയേറ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ളതാണ്, ലെവൽ 2 ആണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഡിസൈൻ, ബിൽഡ്, ടെസ്റ്റ്, അസംബിൾ ആൻഡ് കോൺഫിഗർ ആപ്ലിക്കേഷൻ യൂസിങ് ബിസിനസ് റിക്വയർമെന്റ്സ്. അതായത് ഇവിടെ നൽകിയിരിക്കുന്ന പോലെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ജോലികൾ. ആരെയായിരിക്കും ഈ ആക്സെഞ്ചർ ഈ ASC തസ്തികയിലേക്ക് ഹയർ ചെയ്യുന്നത്? എനി ഇയർ പാസ് ഔട്ട് അണ്ടിൽ 2025, അതായത് 2025 വരെ പാസ് ഔട്ട് ആയിട്ടുള്ള, അതായത് ഒരു 2021, 22, 23, 24, 25 വർഷങ്ങളിലൊക്കെ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഈ 26 പാസ് ഔട്ട് ആകാൻ പോകുന്നവർ അപ്ലൈ ചെയ്യേണ്ടതില്ല. 25 വരെ പാസ് ഔട്ട് ആയിട്ടുള്ള ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാം. ഏതൊക്കെ ഡിഗ്രി ആയിരിക്കും? BE-BTechകാർക്ക് അപ്ലൈ ചെയ്യാം, അതെല്ലാ ബ്രാഞ്ചസും പറ്റും. ME MTech ഓൾ ബ്രാഞ്ചസ്, MSc ഓൾ ബ്രാഞ്ചസ്, MCA, അതുകൂടാതെ ഇന്റഗ്രേറ്റഡ് ഡുവൽ ഡിഗ്രി പ്രോഗ്രാം, BE അല്ലെങ്കിൽ BE ME അല്ലെ BTech MTech അല്ലെങ്കിൽ BTech MS, ഇങ്ങനെയൊക്കെയുള്ള ഇന്റഗ്രേറ്റഡ്. അപ്പം എഞ്ചിനീയേഴ്സ്, അതായത് BE-BTech ME MTech MCA MSc-കാര്, എല്ലാ ബ്രാഞ്ച് കഴിഞ്ഞവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം. അവർക്ക് ഫുൾ ടൈം എഡ്യൂക്കേഷൻ ആയിരിക്കണം. നിങ്ങൾക്കൊരു 2 വർഷത്തോളം താഴെ എക്സ്പീരിയൻസേ കാണാവുള്ളൂ. അപ്പോൾ ഫ്രഷേഴ്സിനും ഒരു 1-1.5 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാം. ആക്റ്റീവ് ബാക്ക്ലോഗ്സ് കാണില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഈ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ആക്സെഞ്ചറിന്റെ റിക്രൂട്ട്മെന്റ് അറ്റൻഡ് ചെയ്യില്ല എന്നും സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ആക്സെഞ്ചർ റിക്രൂട്ട്മെന്റ് ഒന്നും നടന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അതൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് സൂചിപ്പിക്കുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു, എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞു. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഡിസംബർ 12 ആണ്. എങ്ങനെയായിരിക്കും അതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്? അത് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഈ അപ്ലൈ നൗ, ഇതിന്റെ ഒക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ വന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചല്ലോ അല്ലെ. ഇങ്ങനെ നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് നൽകും. അതൊരു മോക്ക് ടെസ്റ്റ് ഉണ്ട്, മോക്ക് അസസ്മെന്റ് ഉണ്ട്, 20 മിനിറ്റിന്റെ. അത് കഴിഞ്ഞ ആക്ച്വൽ അസസ്മെന്റ്, അതിനകത്ത് പല ഭാഗങ്ങളുണ്ട്. ബിഹേവിയറൽ ആൻഡ് കോഗ്നിറ്റീവ് അസസ്മെന്റ് ഉണ്ട്,
ടെക്നിക്കൽ അസസ്മെന്റ് ഉണ്ട്. ടെക്നിക്കൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ MS ഓഫീസ് നോളജ്, സ്യൂഡോ കോഡ്, നെറ്റ്വർക്കിംഗ്, സെക്യൂരിറ്റി, ക്ലൗഡിന്റെ ഒക്കെ ഫണ്ടമെന്റൽസ് അറിയാം, ഇതൊക്കെ ആയിരിക്കും നോക്കുക. ഇതുകൂടാതെ കോഡിംഗ് അസസ്മെന്റും കാണും. അപ്പോൾ ഈ 3 അസസ്മെന്റിലൂടെ ആയിരിക്കും നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ അസസ്മെന്റ് ഉണ്ട്, അതുകൂടാതെ ഇന്റർവ്യൂ ഉണ്ട്. അങ്ങനെയായിരിക്കും ഫൈനലായിട്ട് സെലക്ട് ചെയ്യുക. അപ്പം ആദ്യം ഞാൻ സൂചിപ്പിച്ചത് ആക്സെഞ്ചറിലെ അസോസിയേറ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് ഡിസംബർ 12 വരെ അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള അവസരമുണ്ട്. ഇനി ആക്സെഞ്ചറിലെ തന്നെ മറ്റൊരു അവസരം കൂടി സൂചിപ്പിച്ചിട്ട് ഞാൻ കോഗ്നിസന്റിലെ അവസരങ്ങളിലേക്ക് എത്താം. ആക്സെഞ്ചറിലെ രണ്ടാമത്തെ അവസരം ഹെൽത്ത് പ്രൊഫഷണൽസിലുള്ളതാണ്. സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ സർവീസസ് അസോസിയേറ്റ് ഹെൽത്ത് EMR എന്ന തസ്തികയിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. ഇതും വിവിധ ലൊക്കേഷനുകളിലേക്ക് ഹയറിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ ഇത് ആർക്കായിരിക്കും എലിജിബിൾ ആവുക? 4 ഇയർ ഡിഗ്രി ഉള്ളവരായിരിക്കും. ഏതാ 4 ഇയർ ഡിഗ്രി? ഏതൊക്കെ ആയിരിക്കാം? BSc, അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പായിട്ട് BPT, അതായത് ഫിസിയോതെറാപ്പിയിൽ 4 ഇയർ ഡിഗ്രി, അല്ലെ BOT ഉണ്ട്, ഒക്യുപേഷണൽ തെറാപ്പി, അല്ലെ BP ഉണ്ട്, അതായത് പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോറ്റിക്സ്, അതായത് ഈ കൃത്രിമ കാലുകളൊക്കെ വെക്കുന്ന ഒരു കോഴ്സാണ് BPO എന്നുള്ളത്. കൃത്യമായിട്ടുള്ള ലിംസ് അതിൻ്റെയൊക്കെ ഡെവലപ്മെന്റ് ഒക്കെ ആയി ബന്ധപ്പെട്ട കോഴ്സ്. അല്ലെങ്കിൽ BPharm, റെഗുലറും ലാറ്ററലും കഴിഞ്ഞവരെ. അല്ലെങ്കിൽ BSc യിൽ തന്നെ മെഡിക്കൽ റേഡിയോളജി ടെക്നോളജി ഉണ്ട്, അതായത് ഈ നമ്മുടെ എന്താ പറയുക, എക്സ്റേ ടെക്നീഷ്യൻ, അങ്ങനത്തെയുള്ള കോഴ്സുകളുണ്ടല്ലോ BSc. അല്ലെങ്കിൽ മെഡിക്കൽ ലാബ് ടെക്നോളജി MLT പോലെയുള്ള കോഴ്സുകൾ, ഫിസിഷ്യൻ അസിസ്റ്റന്റ്, നേഴ്സിംഗ്, BSc നേഴ്സിംഗുകാർക്ക് വരെ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, ഇങ്ങനെ കുറേ അനസ്തേഷ്യ ടെക്നോളജി, ഇന്റൻസീവ് കെയർ, ഇങ്ങനത്തെയൊക്കെ BSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓർക്കുക, ആക്സെഞ്ചറിലെ രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ സർവീസ് അസോസിയേറ്റ് എന്നുള്ളതാണ്. ഇവിടെ 4 ഇയർ ഡിഗ്രി, പ്രത്യേകിച്ച് BSc നേഴ്സിംഗ്, അല്ലെങ്കിൽ MLT പോലെയുള്ള കോഴ്സുകൾ, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, BPharm, ഇങ്ങനെയൊക്കെയുള്ള കോഴ്സ് 2024 വരെ പാസ് ഔട്ട് ആയിട്ടുള്ളവര്, അതായത് 2021, 2022, 2023, 2024 ഒക്കെ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. ആക്റ്റീവ് ബാക്ക്ലോഗ്സ് കാണില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു 2 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർ അപേക്ഷിച്ചാൽ മതിയോ, അല്ലെ ഫ്രഷേഴ്സ് അപേക്ഷിക്കാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ റീസെന്റ് ടൈമിൽ ഈ ആക്സെഞ്ചറിന്റെ റിക്രൂട്ട്മെന്റ് അറ്റൻഡ് ചെയ്തവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും സെലക്ഷന്? മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആദ്യം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇവിടെ വന്നിട്ട് അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യുക. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ഇമെയിൽ ഇൻവിറ്റേഷൻ കിട്ടും ഓൺലൈൻ അസസ്മെന്റിന്റെ. അതൊരു മോക്ക് അസസ്മെന്റ് ഉണ്ട് 10 മിനിറ്റ്സ്. അതുകൂടാതെ ആക്ച്വൽ അസസ്മെന്റിൽ കോഗ്നിറ്റീവ് അസസ്മെന്റ് ഉണ്ട്. അതിനകത്ത് ഇംഗ്ലീഷ് എബിലിറ്റി, അല്ലെ ക്രിട്ടിക്കൽ തിങ്കിങ്, അബ്സ്ട്രാക്ട് റീസണിങ്, അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും. പിന്നെ കോഗ്നിറ്റീവ് ആൻഡ് ടെക്നിക്കൽ അസസ്മെന്റ് ഉണ്ട്. അതിൻ്റെ ഒക്കെ ബേസിസിലായിരിക്കും സെലക്ഷന്. അതുകൂടാതെ ഒരു കമ്മ്യൂണിക്കേഷൻ അസസ്മെന്റും ഇന്റർവ്യൂസും കൂടെ ഫൈനലായിട്ട് കാണും. അങ്ങനെയായിരിക്കും സെലക്ഷൻ. അപ്പൊ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ആക്സെഞ്ചറിലെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് റിലേറ്റഡ് ജോലിയായിരുന്നെങ്കിൽ, രണ്ടാമത് സൂചിപ്പിച്ചത് ഹെൽത്ത് പ്രൊഫഷണൽസിന് വേണ്ടിയുള്ള സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ സർവീസ് അസോസിയേറ്റ് തസ്തികയിലേക്കുള്ള ഹയറിംഗ് ആണ്. ഇനി നമുക്ക് കോഗ്നിസന്റിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് സൂചിപ്പിക്കാം. ഓർക്കുക, കോഗ്നിസന്റിലേക്ക് 2 റിക്രൂട്ട്മെന്റുകൾ ഉണ്ടായിരുന്നു. അത് വിശദമായി സൂചിപ്പിക്കുന്ന 1-2 വീഡിയോകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാൽ കോഗ്നിസന്റിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഒരു ഹയറിംഗ്, അതിന്റെ ഡീറ്റെയിൽസും കൂടി ഇനി ഒന്ന് സൂചിപ്പിക്കാം. ഇതാ നോക്കുക, ഇത് കോഗ്നിസന്റിലേക്കുള്ള ഡിഗ്രിക്കാരുടെ ഒരു ഹയറിംഗ് ആണ്. ഇത് ഒന്നിച്ചാണ് കൊടുത്തതെങ്കിലും ഇവിടെ 3 അവസരങ്ങളുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. കോഗ്നിസന്റിലേക്ക് അനലിസ്റ്റ് ട്രെയിനി, ഈ ഒരു തസ്തികയിലേക്ക് ഹയറിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ അനലിസ്റ്റ് ട്രെയിനി എന്ന് പറയുമ്പോൾ അത് തന്നെ 3 റിക്രൂട്ട്മെന്റുകളുണ്ട്. ഒന്ന് അനലിസ്റ്റ് ട്രെയിനി IT ആൻഡ് ഇന്റഗ്രേറ്റഡ് സ്മാർട്ട് ഓപ്പറേഷൻ. ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? BCA അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, IT അല്ലെങ്കിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ്, ഇങ്ങനെയൊക്കെയുള്ള BSc കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. മിനിമം 60% മാർക്ക് നേടിയിരിക്കണം. അത് 10th ഓൺവേർഡ്സ് 60% മാർക്ക് നേടിയിരിക്കണം. അങ്ങനെയുള്ളവർക്കായിരിക്കും ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഓർക്കുക, ഈ എല്ലാ 3 തസ്തികകളാണുള്ളതിൽ 3ലേക്കും അപേക്ഷിക്കേണ്ടത് 2024, ഇവിടെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്, 2024-25 വർഷങ്ങളിൽ കഴിഞ്ഞവരായിരിക്കണം. അപ്പം 2024-25 വർഷങ്ങളിൽ കഴിഞ്ഞ BSc BCAക്കാർക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് അനലിസ്റ്റ് ട്രെയിനി IT ആൻഡ് ഇന്റഗ്രേറ്റഡ് സ്മാർട്ട് ഓപ്പറേഷൻ. ഇനി അടുത്തൊരു തസ്തികയുണ്ട്, അനലിസ്റ്റ് ട്രെയിനി
അലൈൻ ടു മൾട്ടി ക്ലൗഡ്. ഇതിലേക്ക് ആർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? അതിൻ്റെ എലിജിബിലിറ്റി ഇതാ ഇവിടെ നൽകിയിട്ടുണ്ട്. 2024 25 ഡിഗ്രി കഴിഞ്ഞവർ, പ്രത്യേകിച്ച് ഇവിടെ BCA മാത്രമല്ല, BSc മാത്രമല്ല, BA, BBA, BCom, BVoc, VMS ഇതൊക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 60% മാർക്ക് മതിയാകും. ഇനി മൂന്നാമത്തെ അനലിസ്റ്റ് ട്രെയിനി തസ്തികയിലേക്ക് ഹയറിംഗ് നടക്കുന്നത് ഡിജിറ്റൽ വർക്ക് പ്ലേസ് സർവീസസ് എന്ന പ്രവർത്തനങ്ങളിലേക്കായിരിക്കും. ഇവിടെയും 2024 25 ഡിഗ്രി കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. പ്രത്യേകിച്ച് BCA, BSc കൂടാതെ BA, BBA, BCom, BVoc, BMS ഇങ്ങനെയുള്ള 50% മാർക്കുള്ളവർക്കായിരിക്കും ഇതിലേക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. അപ്പം കോഗ്നിസെന്റിലെ നോൺ എഞ്ചിനീയേഴ്സിൻ്റെ ഡിഗ്രിക്കാരുടെ BSc, BCA, BCom, BBA അങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള 3 റിക്രൂട്ട്മെൻറ്റുകളാണ്, അനലിസ്റ്റ് ട്രെയിനി എന്ന തസ്തികയിൽ തന്നെയുള്ള 3 റിക്രൂട്ട്മെൻറ്റുകളാണ് സൂചിപ്പിച്ചത്. ഇതിന് ഡിസംബർ 15 വരെ ആയിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. ഓർക്കുക, കോഗ്നിസെന്റിലേക്ക് ഒരു എഞ്ചിനീയറിംഗ് ഹയറിംഗ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞ ദിവസം എക്സ്പയർ ആയിട്ടുണ്ട്. അപ്പം നോക്കുക, 2 കമ്പനികളിലേക്കുള്ള വിവിധ റിക്രൂട്ട്മെൻറ്റുകളാണ് ഞാൻ സൂചിപ്പിച്ചത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എല്ലാ റിക്രൂട്ട്മെൻറ്റിൻ്റെയും ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ jobsbricks.com നമ്മുടെ സൈറ്റിൽ പോയിട്ട് അതായത് കമ്പനികളുടെ പേര് പറഞ്ഞ് ഡീറ്റെയിൽസ് സെർച്ച് ചെയ്ത് മനസ്സിലാക്കി അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഓർക്കുക, ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം. ഓർക്കുക, ഈ റിക്രൂട്ട്മെൻറ്റുകളൊക്കെ സൗജന്യമാണ്. ഇതിൻ്റെ പേരിൽ ആർക്കും പണമൊന്നും നൽകേണ്ടതായിട്ടില്ല. ഇനി നിങ്ങളുടെ കൂട്ടുകാരും ഇതിന് എലിജിബിൾ ആണെങ്കിൽ ദയവ് ചെയ്ത് അവർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ല്. നല്ലൊരു അവസരമാണ്. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.